കാറ്റുന്നോതിടട്ടെ, ചുഴലിക്കാറ്റു പോലഞ്ഞു വീശിടട്ടെ, ഭൂകമ്പം പോൽ ആത്മാവന്നിടട്ടെ, വന്മാരിപ്പോൾ ഞങ്ങളിൽ തകർത്തു പെയ്തിടട്ടെ. ആത്മാവിനഗ്നിനാവ് നമ്മിൽ ജ്വലിച്ചിടുവാൻ, ആത്മീയ സന്തോഷം നിറഞ്ഞിടുവാൻ, അഭിഷേകത്താൽ നാം ഉണർന്നിടാം, ആത്മീയ ബലമിന്നു ധരിച്ചിടാം. ആത്മാവിൻ കൊടിയ കാറ്റും മൂക്കിടട്ടെ, ചുഴലിക്കാറ്റു പോലഞ്ഞു വീശിടട്ടെ, ഭൂകമ്പം പോൽ ആത്മാവന്നിടട്ടെ, വന്മാരിപ്പോൾ ഞങ്ങളിൽ തകർത്തു പെയ്തിടട്ടെ. കാലമായി യേശു വരാൻ നേരമായി, ആർപ്പിടാം അവൻ തിരുസന്നിധിയിൽ. യെരിഹോ കോട്ടകൾ തകർന്നു വീണിടട്ടെ, ഇന്നീ മൺകൂടാരത്തിൽ ജയത്തിൻ ഘോഷമുണ്ടേ. ആത്മാവിൻ കൊടിയ കാറ്റ് നൂതിടട്ടെ, ചുഴലിക്കാറ്റു പോൽ ആഞ്ഞു വീശിടട്ടെ, ഭൂകമ്പം പോൽ ആത്മാവന്നിടട്ടെ, വന്മാരിപ്പോൾ ഞങ്ങളിൽ തകർത്തു പെയ്തിടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്ന ദേവദാസി ഇന്ദുലേഖ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള സ്നേഹത്തെയും എൻ്റെ വന്ദനത്തെയും ഞാൻ ആദ്യം അറിയിക്കുന്നു. എൻ്റെ പേര് ജോൺസൺ. തൃശ്ശൂരിൽ നിന്ന് ആണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1-2 മീറ്റിങ്ങിന് മുമ്പ് ചേരുവാൻ വിളിച്ച ചില സാഹചര്യങ്ങൾ കാരണം കഴിഞ്ഞില്ല. എങ്കിലും ദൈവത്തിന്റെ തക്ക സമയത്ത് ഇന്ന് നിങ്ങളോട് കൂടെ ആയിരിക്കാൻ കർത്താവ് തന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് ആദ്യം നന്ദി അർപ്പിക്കുന്നു. ഇന്ന് വളരെ നമുക്ക് ഭയഭക്തിയോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇതില് ഇത് ഓൺ ചെയ്യാൻ കഴിയുന്നുള്ളവരൊക്കെ അതെല്ലാം ഓൺ ചെയ്തിരിക്കുക. നമുക്ക് നേരത്തെ ഇതുവരെ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും നമ്മൾ വചനത്തിലേക്ക് കടക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഭയഭക്തിയോടെ ആയിരിക്കുന്നെങ്കിൽ തീർച്ചയായും ഈ രാത്രി ദൈവം നമ്മളെ തീർച്ചയായും അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നവരെല്ലാം നമ്മുടെ ഹൃദയത്തിലും ഒന്ന് ദൈവത്തെ ഒന്ന് മഹത്വം കരയേറ്റുവാൻ ഈ സമയത്ത് ഇടയാകട്ടെ. എല്ലാവരും വളരെ ഭയഭക്തിയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 2 കൊരിന്ത്യർ 3:17 ഈ വാക്യം നമുക്ക് വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആരെങ്കിലും ദൈവവചനം വായിക്കുവാൻ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ തന്നെ 2 കൊരിന്ത്യർ 3:17 വായിക്കാം പാസ്റ്റർ. 2 കൊരിന്ത്യർ 3:17 അല്ലേ? ഓക്കെ. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മതി, നമുക്ക് കണ്ണുകളടയ്ക്കാം. നല്ലൊരു മഹാപരിശുദ്ധരുമാകുന്ന ഞങ്ങളെ സ്വർഗസ്ഥ പിതാവേ, തിരുകരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്ന ഈ ശുശ്രൂഷ കർത്താവെ നിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവെ ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും പക്കോസിന്റെ മാളികളിൽ ഒരു മനസ്സോടെ ഒരു മനപ്പെട്ട് കൂടി വന്ന അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ ഞങ്ങളും കർത്താവ് ഏകാഗ്രതയോടെ നിർമ്മല ഹൃദയത്തോടെ ഒരു മനപ്പെട്ട് നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആഴത്തിൽ ഇടപെടുവാൻ തക്കവണ്ണം ഞങ്ങളോട് കൃപയുണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനും കർത്താവെ ഈ മാനുഷിക ബുദ്ധിയിലൊന്നും സംസാരിപ്പാൻ ഇടയാകാതെ കർത്താവ് വചനത്തിൽ നിന്ന് ദൈവാത്മാവ് പറയുന്നത് പോലെ ആഗ്രഹിക്കുന്ന പോലെ ഇന്ന് വചനം ശുശ്രൂഷിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിലുള്ള ധന്യ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇവിടെ നമുക്ക് 2 കൊരിന്ത്യർ സഭയ്ക്ക് അപ്പസ്തലനായ പൗലോസ് എടുത്തത് വളരെ എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ് ഞാൻ എടുത്തത്. എന്താണ്? കർത്താവ് ആത്മാവാകുന്നു. ആരാണ് നമ്മുടെ കർത്താവ്? ബൈബിളിൽ നമ്മൾ റോമർ ലേഖനത്തിൽ 10:9 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. അല്ലെങ്കിൽ വളരെ യേശു തന്നെ നമ്മൾ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞവരാണ്. പിതാവ് ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു എന്ന് നമ്മൾ ഹൃദയത്തിൽ
വിശ്വസിക്കുകയും ചെയ്തപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുവാനിടയായി. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. യേശുവാണ് നമ്മുടെ കർത്താവ്, ഏക കർത്താവ് യേശു മാത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില്, നമ്മുടെ കുടുംബ ജീവിതത്തില്, നമ്മുടെ ശുശ്രൂഷ മേഖലകള്, നമ്മുടെ ബിസിനസ്സില്, സകലത്തിലും യേശുവിനെ കർത്താവായി നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ ഭർത്താവല്ല കർത്താവ്, ഭാര്യയല്ല നമ്മുടെ കർത്താവ്, വിദ്യാഭ്യാസവും നല്ല ജോലിയും നല്ല ശമ്പളമുള്ള മക്കളായിരിക്കരുത് നമ്മുടെ കർത്താവ്. യേശു ആണ് നമ്മുടെ ഭവനത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും കർത്തൃത്വം യേശുവിനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് താഴോട്ട് വായിക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹം വിടുതലായി തീരും. ഹല്ലേലൂയ. അപ്പോൾ യേശു ആയിരിക്കണം നമ്മുടെ കർത്താവ്. അത് നമ്മളെ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ അന്ന് പറഞ്ഞത് ഇന്നും വളരെ വ്യക്തമായി നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയണം. യേശു എന്റെ കർത്താവ്. ഇവിടെ പറയുന്നു ആ കർത്താവ് ആത്മാവാകുന്നു. നമ്മൾ ജഡത്തിലുള്ള ക്രിസ്തുവിനെ അറിയാം. 33.5 വർഷക്കാലം നമ്മുടെ മധ്യ നടന്ന് നമുക്ക് വേണ്ടി പാപശാപയാഗമായി തീർന്ന ഒരു യേശു ക്രിസ്തുവിനെ നമുക്കറിയാം. നമുക്ക് വേണ്ടി ക്രൂശിൽ ആ മരിച്ച യേശുവിനെ നമുക്കറിയാം. ഈ ഫിലിപ്പർ ലേഖനം 2-ാം അധ്യായം മുതലേ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം അവൻ ദൈവരൂപത്തിൽ ഇരുന്നവനായിരുന്നു. ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് കരുതാതെ നമുക്കറിയാം ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോൾ ആ ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മളെ സർവ്വജനത്തെ, നമുക്കറിയാം യേശു എന്ന് വെച്ചാൽ അർത്ഥം സർവ്വജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നതുകൊണ്ട് അവനെ യേശു എന്ന് പേരിടണം. രക്ഷകൻ, ലോകരക്ഷകൻ. അവൻ എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അതുകൊണ്ട് അവൻ സകല നാമത്തെക്കാൾ മേലായ നാമമാക്കി ഉയർത്തി. അതിന്റെ മുകളിൽ മറ്റൊരു നാമം ദൈവമക്കൾക്ക് വിളിക്കാനില്ല, പ്രാർത്ഥിക്കാനില്ല. സകല നാമത്തെക്കാൾ. അതുകൊണ്ട് ബൈബിൾ പറയുന്നു സ്വർലോകം, ഭൂലോകം, അധോലോകം എല്ലാം മുഴങ്കാലും അടങ്ങേണ്ട ഒരൊറ്റ നാമമേ ഉള്ളൂ. അത് യേശു ക്രിസ്തു എന്ന നാമ. ആ യേശുവിനെ കർത്താവ് എന്ന് നമ്മൾ ഓരോരുത്തരും ഏറ്റു പറയും എന്ന് ഫിലിപ്പർ ലേഖനം 2-ാം അധ്യായം 6 മുതൽ ഉള്ള വാക്യങ്ങൾ. സഹോദരൻ, നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാൻ ഞങ്ങളുടെ സമയം ഉണ്ട്, എന്നാലും വിട്ടുപോകരുത്. ഫിലിപ്പർ ലേഖനം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായി യേശു ക്രിസ്തു ദൈവമാണെന്ന്, ഇതിനേക്കാൾ മറ്റൊരു നാമം മേലെ ഇല്ലെന്നും, സകലവരും ആരാധിക്കേണ്ട, സ്തുതിക്കേണ്ട, മഹത്വപ്പെടുത്തേണ്ട, കുമ്പിടേണ്ട ഒരൊറ്റ നാമമേ ഉള്ളൂ. അത് യേശു ക്രിസ്തു എന്ന നാമമാണ്. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാമാണ് ബൈബിൾ പറയുന്നത്. വിശ്വസിക്കുന്ന ഏവനും അവനും അവന്റെ കുടുംബവും ഒക്കെ രക്ഷ പ്രാപിക്കുന്ന ബൈബിൾ വചനം വളരെ വ്യക്തമായി പറയുന്നത്. യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. അവൻ രക്ഷകൻ ഒരുവനേ ഉള്ളൂ. അത് നമ്മുടെ അയൽവക്കക്കാർക്കോ ബന്ധുമിത്രാദികൾക്കോ നമ്മുടെ പാസ്റ്റർക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഒന്നും നമ്മളെ ഈ രക്ഷിക്കുവാൻ കഴിയത്തില്ല. പ്രതികൂല സാഹചര്യങ്ങളിൽ മരണം മുൻപിൽ വരുമ്പോൾ, തീരുമാനം എടുക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മെ രക്ഷിപ്പാൻ ഒരുവനേയുള്ളൂ. അത് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവാ. അപ്പോൾ ഈ കർത്തൃത്വത്തെ നമ്മൾ പൂർണ്ണമായി തിരിച്ചറിയണം. സകല മേഖലകളിലും നമ്മുടെ ബുദ്ധി, എൻ്റെ അറിവ്, എൻ്റെ മുൻവിധി, എൻ്റെ കഴിവ്, എൻ്റെ സാഹചര്യം, എൻ്റെ വിദ്യാഭ്യാസം, ഇതെല്ലാം നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു യഥാർത്ഥ ഭക്തൻ അഥവാ യഥാർത്ഥ വിശ്വാസി കർത്താവിന്റെ സന്നിധിയിൽ ആലോചന ചോദിക്കുവാനിടയാകും. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. നമുക്കറിയാം, ഒരു കാട്ടിൽ വെച്ച് 5 അപ്പവും 2 മീനും ഒരു ബാലകന്റെ കയ്യിൽ വലിച്ചു പൊളിച്ചതൊക്കെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തപ്പോൾ ദൈവം അത് വാഴ്ത്തി അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ അത് 4 ലക്ഷം വരുന്ന ജനം കഴിച്ച് 12 വട്ടി വരെ നിറച്ചു ബാക്കിയെടുത്തു. നമ്മൾ ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാം, പരാജയങ്ങൾ ഉണ്ടാകാം, തകർച്ചകള്, നഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, എല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. അതാണ് കർത്തൃത്വം. പകുതി കർത്താവ്, പകുതി ഞാൻ. എൻ്റെ കഴിവ്, എൻ്റെ ബുദ്ധി, എൻ്റെ അറിവ്. നമ്മളെല്ലാം പരാജയത്തിലേക്ക് പോകും. അത് എത്ര വലിയ ദേവദാസന്മാരായാലും നമ്മൾ കർത്താവിലല്ലെങ്കിൽ, നമ്മുടെ ബുദ്ധിയിലാണ് നമ്മൾ ഓടുന്നുവെങ്കിൽ, സഹോദര,
അപ്പോസ്തല പ്രവൃത്തികളിൽ പറഞ്ഞ പോലെ പെട്ടെന്നൊരു ഈശാല മൂലം കാറ്റ് പടകിന്മേൽ ആഞ്ഞടിച്ചപ്പോൾ കപ്പല് തകർന്ന് തരിപ്പണമായി. സ്വതന്ത്രം. പലരും ഈ ലോകത്തിന്റെ ഓരത്തോട് ചാരി പോവുക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു കേൾക്കാതെ സ്വതന്ത്രം മലൂമിയും അതിന്റെ കപ്പൽ ഉടമസ്ഥനൊക്കെ തീരത്തോട് ചേർന്ന് ഇപ്പോൾ രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞ് അവരുടെ ബുദ്ധിയിലോടി. അപ്പോസ്തലനായ ആ ദേവദാസന്റെ ആ വാക്കുകൾ കേട്ടില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ഇത്രയും വലിയ കപ്പൽ ഈശാല മൂലം കാറ്റിനാൽ അടിച്ച് തകർക്കപ്പെട്ട് വെള്ളത്തിൽ മേൽ ഇപ്പോൾ പലക കഷ്ണമായി അത് പൊങ്ങിക്കിടക്കുവാനിടയായി. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥന. കർത്താവ് പറഞ്ഞു, സകലവരുടെയും ജീവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിക്കുക, ആരും മരിക്കയില്ല. ഈ ദിവസങ്ങളിൽ വളരെ ഭയഭക്തിയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ വിട്ടുകൊടുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മളുടെ ബുദ്ധിയിൽ ഓടുമ്പോഴായിരിക്കും ഇതുപോലെ പെട്ടെന്ന് ഒരു രോഗം, ഒരു മരണം, ഒരു പ്രതികൂലം നമ്മുടെ ഐശാല മൂലം കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഈ ക്രിസ്തുവിലുള്ള കർത്താവ് ആത്മാവാകുന്നു. ഇപ്പോൾ ആത്മാവായിരിക്കുന്ന ക്രിസ്തു, ഈ ആത്മാവുള്ളിടത്താണ് ബൈബിൾ പറഞ്ഞത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ആരിലെല്ലാം ഉണ്ടോ? ഇന്ന് ഈ രാത്രി ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ദൈവാത്മാവിനായി ഞാൻ ഒരു ദൂത് പറയാം. ഈ ആത്മാവ് ഉള്ളിടത്ത് ഈ രാത്രി, ഈ നിമിഷം മുതൽ ഒരു വലിയൊരു സ്വാതന്ത്ര്യം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അടിമ നുഖത്തെ തകർക്കുന്ന സ്വാതന്ത്ര്യം, രോഗബന്ധനത്തെ അഴിക്കുന്ന സ്വാതന്ത്ര്യം, നിരാശയെ മാറ്റുന്ന സ്വാതന്ത്ര്യം, സ്തോത്രം, ആത്മഹത്യ ചിന്തയെ മാറ്റുന്ന സ്വാതന്ത്ര്യം, സ്തോത്രം, കടബാധിതകളിൽ ഭാരപ്പെട്ട് സ്തോത്രമായിരിക്കുന്നവരിൽ നിന്നൊരു സ്വാതന്ത്ര്യം ആര് തരും? കർത്താവ് തരുന്നേ. അതുകൊണ്ട് സാഹചര്യങ്ങളിലേക്ക് നോക്കിയിരിക്കാതെ, പ്രതികൂല അവസ്ഥകളിലേക്ക് നോക്കിയിരിക്കാതെ, ബൈബിൾ പറയുന്നത് അവങ്കിലേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതം പ്രകാശമായി തീരും. കാരണം ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമായിരിക്കുമ്പോൾ വെളിച്ചം അന്ധകാരത്തെ നീക്കിക്കളയുവാനിടയാകും. ക്രിസ്തുവിന്റെ ആത്മാവുള്ളിടത്ത് വെളിച്ചം നിറയും. ഇരുട്ടിന്റെ ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ഇന്നു മുതല് ഈ വചനം കടന്നു ചെല്ലുമ്പോൾ ഈ വചനത്തിന്റെ അകത്തുള്ള വെളിച്ചം, അത് ദൈവ തേജസ്, ഇരുട്ടിന്റെ ആധിപത്യത്തെ, അടിമത്വത്തെ അത് തകർത്ത് നിങ്ങളെ ക്രിസ്തുവിൽ ഓരോരുത്തരെയും, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ക്രിസ്തുവിൽ ഒരു വലിയൊരു സ്വാതന്ത്ര്യം പ്രാപിപ്പാനിടയാകും. എത്ര പേർക്ക് ഒരു വലിയൊരു സ്വാതന്ത്ര്യം ഇന്ന് എനിക്ക് പ്രാപിക്കണം? ഇന്നലെ വരെ അനേക വിഷയങ്ങൾ പ്രാർത്ഥിച്ചു, എനിക്ക് മറുപടി കിട്ടിയില്ല. എന്നാൽ ഇന്ന് വചനം ആത്മാവാണ്. നേരത്തെ ദേവാസി പറഞ്ഞ പോലെ ജീവനാണ്. ജീവൻ മരണത്തിന്റെ പാശകളെ തകർത്ത് കളയും. ജീവൻ ഇടിഞ്ഞു കിടക്കുന്ന വിഷയങ്ങളെ അത് വീണ്ടും എഴുന്നേൽപ്പിക്കും. അല്ലെ? കർത്താവ് നിങ്ങളുടെ ബഥാനിയിൽ കഷ്ടതയുടെ, വേദനയുടെ, കണ്ണുനീരിന്റെ ബഥാനിയിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു നല്ല മറിയമാണോ? നിങ്ങളുടെ ബഥാനിയിൽ ഇന്നൊരു അത്ഭുതം നടക്കാൻ പോകുകയാണ്. എന്താ? നാറ്റം വെച്ച ലാസർ, നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന വലിയൊരു കൂട്ടത്തിന്റെ മധ്യേ ലാസറിനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സ്വാതന്ത്ര്യം. മരണത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച്, നിന്നയുടെ കെട്ടുകളെ പൊട്ടിച്ച്, പരിഹാസ പാത്രങ്ങളായിരിക്കേണ്ട അവരുടെ ആ ബന്ധനങ്ങളെ അഴിച്ച് അവര് ദൈവം അവിടെ മാനിക്കുവാനിടയായി. ഒരു സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിൽ വേണോ? നിങ്ങളൊരു നല്ല മറിയത്തെ പോലെ, മർത്തയെ പോലെയല്ല പെറുപെറുക്കുവാൻ ഇടയാകാതെ നല്ലൊരു മറിയത്തെ പോലെ കണ്ണുനീരോടെ നിൽക്കുന്നുവെങ്കിൽ കൂടെ കരയുന്ന ഒരു യേശു, ഭർത്താവോ ഭാര്യയോ മക്കളോ കൂടെ കരയുവാൻ ഇല്ലെങ്കിലും സകല ലോകത്തിന്റെയും സൃഷ്ടാവായ യേശു, നിങ്ങളുടെ കണ്ണുനീരിന് മറികടക്കാത്തവൻ, കൂടെ കരയുന്ന ഒരു യേശു നിങ്ങളുടെ വിഷയത്തെ ഇന്ന് ജീവിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വതന്ത്രം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയാണ്, വിഷയം മരിച്ചിട്ടില്ല. യേശു ബഥാനിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉരുട്ടി വെച്ച കല്ല് മാറ്റ്. നിങ്ങളുടെ മുൻവിധികള്, എന്റെ അറിവുകള്, സ്വതന്ത്രം, ഇത് നടക്കത്തില്ല. ഇത് വർഷം കുറയായി. വർഷം എത്ര പഴക്കമായാലും വന്നവൻ ആദ്യനും അന്തിനും അൽഫയും ഒമേഗയുമായവനാ. ഒരൊറ്റ വാക്കിനാൽ ആകാശത്തെയും ഭൂമിയെയും സർവത്തെയും സൃഷ്ടിച്ചവൻ അവനാണ്. കർത്തൃത്വമെങ്കിൽ അവൻ നമ്മുടെ ഭവനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ
ഇന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് ഇപ്പോൾ മർത്ത പറയുന്ന പോലെ നിന്റെ രണ്ടാമത്തെ പുനരുത്ഥാനത്തിൽ എന്റെ സഹോദരൻ ജീവിക്കുമെന്ന്. പക്ഷെ യേശു പറയുന്നത് ഞാനാണ് പുനരുത്ഥാനം ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് ഇപ്പോൾ. അതുകൊണ്ട് നാളത്തേക്ക് വെക്കരുത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന ചില വിഷയങ്ങളെ, ചില സാഹചര്യങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ ഗുരു വന്നിട്ടുണ്ട്, കർത്താവ് അവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ അത് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. ആമേൻ. സഹോദരം, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഗലാത്യർ റോമറുടെ 8:2 പറയുന്നു. വായിക്കണമെങ്കിൽ വായിക്കാം. റോമർ 8:2. റോമർ 8:2. ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിച്ചോളാം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സ്വാതന്ത്ര്യം വരുമെന്നല്ല സഹോദരി സഹോദരന്മാരെ, ദൈവജനമേ. സ്വാതന്ത്ര്യം 2025 വർഷം മുമ്പ് ക്രിസ്തു സ്വാതന്ത്ര്യം തന്നു. പാപത്തിൽ നിന്ന്, നിത്യമരണത്തിൽ നിന്ന്, നിത്യ നരകത്തിൽ പോകേണ്ട നമുക്ക് സ്വാതന്ത്ര്യം തന്നു. എത്ര പേർക്ക് ഈ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കാൻ കഴിയും? ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുക. എവിടുന്ന്? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമാവുന്ന ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അവൻ കൃപായുഗത്തിൽ കൊണ്ടുവന്ന് നമ്മളെ പുത്രരും അവകാശികളും ആക്കി തീർത്തത് ഇന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. സഹോദരൻ, അതുപോലെ തന്നെയാണ് ഗലാത്യർ 5:1 പറയുന്നത്. ക്രിസ്തു സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് ഉറച്ചു നിൽപ്പിൻ. ക്രിസ്തു എന്ന പാറയിന്മേൽ ആഴത്തിൽ കുഴിച്ച് വീട് പണിത ബുദ്ധിമതികളെ പോലെ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങി പോകരുത്. പിശാചിന്റെ തന്ത്രങ്ങളിൽ, ദ്രവ്യാഗ്രഹങ്ങളിൽ, ജ്ഞാനത ഭാവം, അഹങ്കാരം, വാശി, വൈരാഗ്യത്തിൽ നമ്മൾ കുടുങ്ങിപ്പോയി ദൈവിക വാഗ്ദത്തങ്ങളെ, ദൈവിക അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തുന്നവരായി തീരരുത്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? ഈ വചനമാണ് നമ്മുടെ ജീവിതം. വചനം വായിച്ചവൻ അവരെ സൗഖ്യമാക്കുന്നു. വചനം വായിച്ച് അവരുടെ കുഴികളിൽ നിന്നും ജനത്തെ വിടിവിക്കുന്നു. അതുകൊണ്ട് ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്വാതന്ത്ര്യം വെളിപ്പെടണം. ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം വിടിവിച്ച് നമ്മളെ കൊണ്ടുവന്നത്, സ്വതന്ത്രം അവിടെ വന്നത് പാലും തേനും ഒഴുകുന്ന ഒരു അക്ഷരീയമായ കനാൻ ദേശമാണെങ്കിൽ 2025 വർഷം മുമ്പ് ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന്, അവന്റെ രാജ്യത്തിൽ നിന്നും സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ഇപ്പോൾ ആക്കി വെച്ചത്. നമ്മൾ സ്വാതന്ത്ര്യത്തോടെ, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ നമ്മൾ വളരണം. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിലൂടെ നമ്മൾ ജീവിച്ച് ആ നിത്യമായ സ്വർഗീയ കനാനിലേക്ക് ചെന്നെത്തുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുക. ഞാൻ ഈ പറയുമ്പോൾ വചനം നമ്മുടെ ഹൃദയത്തിൽ പരിവർത്തിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചു, ആഴത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ ഇരുളും പാഴും എന്ന് പറയുന്ന ചില മേഖലകളെ ഈ ദൈവവചനം തൊടുവാനിടയാകും. ആമേൻ. അല്ലെ, ദൈവത്തിന് പറയാനുള്ളത് ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന സമാധാനം, സന്തോഷം, അനുഗ്രഹങ്ങൾ, വിടുതലുകൾ ഉണ്ടാക്കുവാനാണ് ദൈവം വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആഴത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ നമ്മളെ സമർപ്പിക്കണം. നമ്മൾ പലപ്പോഴും വചനം വായിച്ച് കേട്ടു, അനേക പ്രസംഗിക്കുന്നവരായിരിക്കാം, ബൈബിൾ ഒരു 20 പ്രാവശ്യം വായിച്ചവരായിരിക്കാം. ആ മുൻവിധികളൊക്കെ വിട്ട് ഇന്ന് ദൈവസന്നിധിയില് ഇതാ അടിയൻ എന്ന് പറഞ്ഞ് ആ ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് നമ്മളെ താഴ്ത്തുന്നുവെങ്കിൽ ഉയർത്തുന്ന ഒരു കരം നമുക്ക് വെളിപ്പെടുവാൻ സമയമായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവത്തെ ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, പഴയ നിയമത്തിൽ ആദ്യം കാണുന്ന ആത്മാവാണ് ദൈവാത്മാവ്. പിന്നെ യഹോവയുടെ ആത്മാവ്, യേശുവിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. സ്വതന്ത്രം. എന്നാൽ നമുക്ക് ഏകാത്മാവാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. പത്രോസ് പറയും, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ആരാണ്?
അവിടെ കൊലോസ്യ ലേഖനം 1:27 നിങ്ങളോട് പറയും, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു തന്നെ നമ്മളിൽ എന്നിൽ വസിക്കുന്നു. എത്ര പേർക്ക് ഒരു ഉറപ്പുണ്ട്? ആ വചന മുഖാന്തരം സകലതും ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ആരാ? ക്രിസ്തു മുഖാന്തരം. ആ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. റോമർ ലേഖനം 8. അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ അകത്തിരിക്കുമ്പോഴാണ് നമ്മൾ ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരമായി തീരുന്നത്. നമ്മൾ ഒരു പ്രയർ ഹൗസ് ആയി തീരുന്നത്. നമ്മൾ സ്വത്രം ആത്മാവുള്ളവനെയാണ് പവർ ഹൗസ് ആയി തീരുന്നത്. ആ ആത്മാവുള്ളവൻ ഒരു ഫയർ ഹൗസ് ആയി തീരും. ദൈവത്തിന്റെ തീ കത്തുവാൻ തുടങ്ങും. എത്ര പേർക്ക് ഈ ആത്മാവ് എന്തിനാണ് സ്വാതന്ത്ര്യം തന്നത്? പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണോ? നമുക്ക് സഭാ ശുശ്രൂഷ എടുക്കുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള സ്വാതന്ത്ര്യമാണോ? ദൈവവചനം വിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ പ്രവചിച്ച് പറയുന്നത് സ്വാതന്ത്ര്യമാണോ? വചനം കൂടാതെ എന്താണുള്ളത്? വചനത്തിന്റെ ആത്മാവ്, കൃപയുടെ ആത്മാവ്, സത്യത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവിനെ കുറിച്ചാണ്. ഈ ആത്മാവുള്ളിടത്താണ് സ്വാതന്ത്ര്യമുള്ളൂ. അപ്പോൾ മറ്റൊരു ആത്മാവ് ഉണ്ടല്ലേ? ബൈബിളിൽ പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുട്ടാക്കി വെച്ചിരിക്കുക. സഹോദരം, അവര് ദൈവവചനം പ്രസംഗിക്കുമെന്ന് ചിലപ്പോ അത്ഭുതം ചെയ്യും. അത് നമുക്കറിയാം. അന്ത്യക്രിസ്തു, കള്ളപ്രവാചകന്മാരൊക്കെ ചെയ്യും. എന്നാൽ ദൈവവചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം ഒരു വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എവിടെ നിൽക്കണം? സ്വതന്ത്രം വചനത്തിലുണ്ട് പ്രവചനം, വചനത്തിലുണ്ട് ദൂത്. അല്ലാണ്ട് നമ്മൾ പ്രവചനത്തിന് വേണ്ടി ഓടി നടക്കുന്ന കാലം. 2 കൊല്ലം 10 കൊല്ലം 38 വർഷമായ തളർവാദ രോഗിയെ പോലെ ഒരു വിടുതലുമില്ല. കാരണം സ്തോത്രം ആത്മാവിൽ ഇറങ്ങിയിട്ടില്ല, വചനത്തിൽ ഇറങ്ങിയിട്ടില്ല. സ്തോത്രം, ഇവിടെ 38 വർഷക്കാര് തളർവാദ രോഗി വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, കരയിലിരിക്കുക. ഈ ലോകത്തിന്റെ കരയോട് ചേർന്നിരിക്കുന്ന ജനത്തോട് പറയാനുള്ളത്, നിങ്ങൾ ആത്മാവിന്റെ നദിയിലേക്ക് ഇറങ്ങുവീൻ, വചനത്തിലേക്ക് ഇറങ്ങ്. വിടുതല് വെള്ളത്തിലാ, വചനത്തിലാ, ആത്മാവിലാണ് വിടുതൽ. അതുകൊണ്ടാണ് പത്രോസ് ഈ കരയ്ക്കകത്തിരുന്ന് സ്വതം പടകും വലയൊക്കെ കഴുകുക. ഒരു മീനുമില്ല, നാറ്റമുണ്ട് പടകില്, ജീവിതത്തിൽ ഒരു ശൂന്യത. കർത്താവ് പറഞ്ഞു, നിന്റെ പടക് തീയണം, ആഴത്തിലേക്ക് ഒന്ന് ഇറക്കി വല വീശ്. കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് നിങ്ങൾ ഒന്നുകൂടി ആഴത്തിലേക്ക്, വചനത്തിലേക്ക് സ്വതന്ത്രം നിങ്ങൾ ഇറങ്ങുവാൻ ഇന്ന് തീരുമാനമെടുത്താൽ, നിങ്ങളുടെ ശൂന്യമായ പടക് നിറയ്ക്കുവാൻ കഴിവുള്ളവൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവര് അകത്ത് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ ചില കെട്ടുകൾ പൊട്ടാൻ പോകുക. ദാരിദ്ര്യം കൊണ്ടുവരുന്ന കെട്ടുകള്, ചില ക്യാൻസറുകള്, അർബുദങ്ങള്, കടബാധകൾ, ശുശ്രൂഷയിൽ മുന്നേറുവാൻ കഴിയാത്ത ചില കെട്ടുകള് പൊട്ടിക്ക കർത്താവ് വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിയുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സ്വതന്ത്രം നമ്മുടെ ജീവിതത്തിലെ ചില കെട്ടുകളില്ലേ? ദേശത്തിന്റെ വാശിയുടെ കെട്ടുകളില്ലേ? ചിലവർക്ക് ദ്രവ്യാഗ്രഹമാ, ചിലർക്ക് പേര് പ്രശസ്തി, എന്റെ സ്വതന്ത്രം, എന്റെ വലിയ സഭ, എന്റെ ശുശ്രൂഷ. സ്വതന്ത്രം നമ്മളിലുള്ള ആ ഭാവം വിട്ട് ക്രിസ്തുവിലുള്ള ഭാവം നമ്മൾ സ്വീകരിക്കുവാൻ കഴിയണം. നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും ഉണ്ടെന്ന് എങ്ങനെ കഴിയും? ദൈവം നമുക്ക് തന്ന ആത്മാവിനാൽ. യോഹന്നാന്റെ ലേഖനം, ക്രിസ്തു നമുക്ക് തന്ന ആത്മാവിനാൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അതുകൊണ്ട് സ്വാതന്ത്ര്യം പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, ഡിവോഴ്സ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, ആത്മഹത്യ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, എന്തു വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമല്ല. ദൈവം നമുക്കുള്ള സ്വാതന്ത്ര്യം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. ക്രിസ്തു എങ്ങനെ ജീവിച്ചു, ക്രിസ്തു എന്തെല്ലാം ചെയ്തു, ക്രിസ്തു എന്തിനു വേണ്ടി നമ്മളെ വിളിച്ചു വേർതിരിച്ചു, ക്രിസ്തുവിന്റെ ഇഷ്ടം ഭൂമിയിൽ നമ്മളെ കൊണ്ട് ചെയ്തെടുക്കുവാന് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്. അവന്റെ വിളിയും തെരഞ്ഞെടുപ്പ് എത്ര പേരെ ഉറപ്പാക്കിയിട്ടുണ്ട് ദിവസങ്ങളിൽ. ഇന്ന് ഞാൻ വാസ്തവമായി പറയാം, നിങ്ങളുടെ അകത്ത് ഈ വചനം കത്തണം. കാട് കത്തിക്കുവാൻ, നാടിനെ കത്തിക്കുവാൻ കഴിവുള്ള തീയാണ് ഈ സംസാരിക്കുന്ന ദൈവത്തിന്റെ തിരുവചനം. ഈ വചനം നമ്മൾ നിത്യനരകത്തിലേക്ക് പോകേണ്ടവരെ നമ്മളെ സ്വതന്ത്രരാക്കി. ശാപത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ചു.
സ്വതന്ത്രം നമ്മള് എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളിൽ ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറച്ചു. അല്ലെ? എഫെസ്യർലേഖനത്തിൽ പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. എത്ര പേർക്ക് വെളിപ്പാടുണ്ട്? വെളിപ്പാടില്ലാത്ത ജനം മര്യാദ കെട്ടു നടക്കുമ്പോൾ വെളിപ്പാടുള്ള ഒരു കൂട്ടം ഇന്ന് വചനം ഏറ്റെടുത്ത് ഈ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഇടയാകും. എന്തെന്നാ? നിരാശ ഇനി തുടരുകയില്ല. പ്രതികൂലങ്ങൾ ഏറി വന്നാലും പ്രതികൂലത്തിന്റെ മധ്യ അനുകൂലമാക്കുന്നവൻ എന്റെ ഉള്ളിലുണ്ടെന്നുള്ളവൻ. സ്വതന്ത്രം പത്രോസിന്റെ പടക് ചെറുതെങ്കിലും പടകിൽ വന്നിരുന്നവൻ ലോകത്തെ പിശാചിനെ ജയിച്ചവനാ, ലോകത്തെ സൃഷ്ടിച്ചവനാ. അതുകൊണ്ട് കർത്താവ് ഈ പത്രോസ് വല വീശി അർദ്ധരാത്രി മുഴുവൻ അധ്വാനിച്ച് ഒരു പൊടിമീൻ കിട്ടാത്ത ഇടത്തേക്ക് തന്നെ പത്രോസിനെ കൊണ്ടുപോയി വല വീശിയപ്പോൾ ഈ വലയ്ക്കകത്തേക്ക് ആഴത്തെ കടന്ന വലിയ നല്ല മത്സ്യങ്ങൾ ഓടിക്കൂടി. കാരണം സൃഷ്ടാവിന്റെ ശബ്ദമാണ് കേട്ടത്. വലയ്ക്കകത്ത് നിറഞ്ഞു. കീറേണ്ട വല കീറിയില്ല. ദൂത ദൈവമക്കളെ കീറിയില്ല. പലതും നിങ്ങൾക്ക് നന്മ കിട്ടിയെന്ന് വിചാരിച്ചു അത് ശത്രു തട്ടിക്കൊണ്ടുപോയി. പക്ഷെ ദൈവാത്മ പറയുന്നു, ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ, നിന്റെ വലയ്ക്കകത്ത് എത്ര അനുഗ്രഹം കയറിയാലും പിശാചിന് തട്ടിയെടുക്കാൻ കഴിയത്തില്ല. രണ്ടാമത്, നിന്റെ പടകിൽ നിറഞ്ഞു, ഇനി പടക് മുക്കുമെന്ന് പറഞ്ഞാൽ മുക്കുവാൻ ഒരു ശക്തിക്ക് കഴിയില്ല. കാരണം സൃഷ്ടാവ് നിന്റെ പടകിൽ ഇരിക്കുന്നു. എവിടെയാലും നിന്ദിക്കപ്പെട്ട് അവിടേക്ക് നിറഞ്ഞ പടകുമായി, ഒഴിഞ്ഞ പടകിനെ നിറച്ച പടകുമായി നിങ്ങളെ ഒരു കരയിലെത്തിപ്പാൻ, ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് ഒരു പദ്ധതി ഇന്ന് ഈ രാത്രിയിൽ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് ദൂതറിയിക്കുക. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലങ്ങൾ ഇന്ന് കുടുംബത്തിന്റെ അകത്ത് സ്നേഹമില്ല, സന്തോഷമില്ല, സമാധാനമില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ആ നദിക്കരയിലിരുന്ന് ആ ഈ ലോകത്തിൽ പ്രതികൂലം വരുമ്പോൾ ആഴത്തിലേക്ക് നീങ്ങി ആ വേരുകൾ എന്ത് ചെയ്യുന്നു? ആ വെള്ളത്തിൽ നിന്ന്, ജീവന്റെ നദിയിൽ നിന്ന് വലിച്ചു കുടിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഫലങ്ങൾ കൊണ്ട് നിറയും. അപ്പുറത്ത് ക്ഷാമമായിരിക്കാം, അപ്പുറത്ത് സ്തോത്രം വരൾച്ചയാണ്. പക്ഷെ നമ്മുടെ ഫലം അവിടെ നിറഞ്ഞിരിക്കും. നമ്മുടെ സ്തോത്രം നമ്മൾ പടുവൃക്ഷമായി നിൽക്കും. മറ്റതെല്ലാം വീണ് തകർന്നു പോകുമ്പോൾ നിങ്ങൾ ആറ്റിനരികെ നട്ട വൃക്ഷം പോലെ പടർന്നു നിൽക്കണമെങ്കിൽ ഇന്ന് ആത്മാവിന്റെ നദിയിൽ നിന്ന് നിങ്ങൾ, അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 7:37 പറയുന്നത്, ദാഹിക്കുന്നവർ എന്റെ അരികെ വന്ന് കുടിക്കട്ടെ. നിങ്ങൾ എവിടുന്ന കുടിക്കുന്നത്? ഈ ലോകത്തിലെ പണം, സമ്പത്ത്, പേര്, പ്രശസ്തി കുടിച്ച് എന്തായി? ഈ ലോകത്തെ കൊണ്ട് അവസാനിപ്പിക്കും. ആത്മാവിൽ വിതച്ചിട്ട് ജഡത്തിൽ കൊയ്യുവാനാണോ നമ്മുടെ ശുശ്രൂഷ? ദൈവമക്കളെ, ഞാൻ ആത്മാർത്ഥമായി പറയാം, നമുക്കൊരു വചനവുമായി ഒരു ബന്ധം ഉണ്ടാകണം. ഇങ്ങനെ മാറി മാറിയിരിക്കുന്ന വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. അപ്പോ സത്യം പറയും. സത്യം ഒന്നേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്ന ലോകമോ ലോകത്തിലുള്ള സ്നേഹമോ ഈ അനുഗ്രഹങ്ങളോ ഒക്കെ പോക്കാം. എന്നാൽ ദൈവം തരുന്ന ചില വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ട്. കാരണം യേശുവാണ് സത്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പോൾ ഈ സത്യമാണ് നിങ്ങൾ അറിയാൻ പോകുന്നത്. നിങ്ങൾ അറിഞ്ഞ ഈ ലോകത്തിലുള്ള സത്യം വെറുതെ കൂടപ്പറപ്പുകള് വിട്ടുപോകും, സ്നേഹിതന്മാര് നമ്മൾ വിട്ടുപോകും, സമ്പത്ത് വിട്ടുപോകും, സൗന്ദര്യം വിട്ടുപോകും, പിന്നെ എന്തിനു വിശ്വാസം? ഇതൊക്കെ മായ. സഭാപ്രസംഗി പറഞ്ഞ പോലെ. പക്ഷെ നമുക്കൊരു നിത്യഭവനമുണ്ട്. നമ്മൾ ഇവിടെ ആക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന് നടത്തപ്പെടുന്നവൻ ഈ ലോകത്തിലെ ചില വിഷമങ്ങൾ കണ്ട് പതറില്ല, ആത്മഹത്യ ചെയ്യാൻ നോക്കത്തില്ല, ഡിവോഴ്സ് ചെയ്യത്തില്ല, അവൻ പ്രാർത്ഥന മുടക്കത്തില്ല. അവന് ഉറപ്പുണ്ട് ഈ ലോകം മുഴുവൻ കഷ്ടങ്ങളാ, പക്ഷെ അവിടെ സ്തോത്രം ലോകത്തെ ജയിച്ചവൻ എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രതികൂലത്തെ ഓവർകം ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ അകത്ത് വെളിപ്പെടണം. അതാണ് കർത്താവിന്റെ ആത്മാവ്. അകത്തുള്ള മനുഷ്യന് ഭക്ഷിക്കാനുള്ളത് ദൈവവചനമാണ്. ആത്മാവിനെ അവൻ പ്രാപിക്കുമ്പോൾ ശക്തിപ്പെടും. അവന് ഈ ലോകത്തിലെ സ്തോത്രം പണം കാണിച്ചോ, സമ്പത്ത് കാണിച്ചോ, പേര് കാണിച്ചോ, പ്രശസ്തി കാണിച്ചോ ഒന്നും വീഴ്ത്താൻ പറ്റത്തില്ല. അവനറിയാം, എനിക്ക് ഈ ലോകത്തിനോടല്ല അനുരൂപര്, എനിക്കൊരു വേറൊരു ഭവനം ഒരുക്കിയിട്ടുണ്ട്, എനിക്കത് ദൈവമായിട്ടുമാണ് ഒരു ബന്ധമുള്ളത്. ലോകത്തിൽ എന്തു വന്നാലും അവന് പ്രശ്നമില്ല. കാരണം ബലഹീനത വരുമ്പോൾ അവൻ കൂടുതൽ ദൈവത്തെ സ്തുതിക്കും. കാരണം ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി അവനറിയാം. പാമ്പുകളെ, തേളുകളെ, ശത്രുവിനെ സകല ബലത്തെയും ചവിട്ടാനുള്ള ശക്തിയാണ് നാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പവർ ഹൗസ് ആണ്. എത്ര പേർക്ക് ഞാനൊരു പവർ ഹൗസ് ആവണം?
അനേകരുടെ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രയർ ഹൗസ് ആവണം. അല്ല, ഒന്നും കൂടി കത്തിയാൽ ഫയർ ഹൗസ് ആവും, തീ കത്തും. പൗലോസ് ചെയ്തതുപോലെ ദേശത്തിന്റെ മന്ത്രവാദ കെട്ടുകള്, നമുക്ക് വിരോധമായി ശത്രു ഒരുക്കുന്ന പൈശാചിക ശാപത്തിന്റെ കെട്ടുകള് കൊടഞ്ഞ് തീയിലേക്ക് കളയുമ്പോൾ, നമ്മളുടെ സ്തോത്രം, നമ്മളുടെ അധികാരം വെളിപ്പെടുമ്പോൾ ചില പട്ടണങ്ങള്, ചില കുടുംബങ്ങള് നമ്മൾ മൂലം വിടിയിക്കപ്പെടാൻ പോകുക. നമ്മൾ ഈ നാവിന്മേൽ അധികാരമുണ്ട്, ഉള്ളിൽ ശക്തിയുണ്ട്. സ്തോത്രം, ഈ അത്യന്ത ശക്തി എവിടെ ഇരിക്കുന്നു? ദൈവമക്കളുടെ മൺപാത്രങ്ങളിൽ ഇരിക്കുന്നു. ഇത് മൺപാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകത്തിലുള്ള ഒന്നിനെയും നിങ്ങൾക്ക് തകർക്കാൻ കഴിയത്തില്ല. ആരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നീ ശക്തി പ്രാപിച്ച് അകത്തുള്ള ഇന്നർമാൻ ബലപ്പെട്ടുകൊണ്ടേയിരിക്കണം. പുറമെയുള്ള മനുഷ്യൻ ക്ഷയിക്കും, കണ്ണ് ക്ഷയിക്കും, തലമുടി നരയ്ക്കും. സ്തോത്രം. പക്ഷെ അകത്തുള്ള മനുഷ്യൻ പറയും, നീ ഒന്നിനെ കുറിച്ച് പേടിക്കണ്ട, നിന്റെ അകത്തുള്ളവൻ ലോകത്തെ പിശാചിനെ ജയിച്ചവൻ, സകലവും സൃഷ്ടിച്ചവൻ നമ്മുടെ അകത്തിരിക്കുക. എത്ര പേർക്ക് ഇന്ന് മനസ്സിലാവുന്നറിയാം. അതുകൊണ്ട് ഞാൻ പറയാ, വചനം വായിച്ച് ധ്യാനിക്കണം. മറിയത്തോട് പറഞ്ഞ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. നിന്നിൽ ഉത്പാദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനാലാ, നമ്മുടെ ബുദ്ധിയിലോ അറിവിലോ അല്ല. പരിശുദ്ധാത്മാവിനാൽ ഉരുവാകുന്നതൊക്കെ എന്ത് ചെയ്യും? അത് പുറത്തു വരുമ്പോൾ സ്തോത്രം, അത് നമ്മൾ ഭാഗ്യവതിയായി എണ്ണപ്പെടുവാൻ ഇടയാകും. ഭാഗ്യം കെട്ടവളെന്ന് സ്തോത്രം, നീ പ്രാർത്ഥിക്കാൻ പോയി എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്നവരിടയില് പത്രോസിനും ആ മറിയത്തിനും ഒക്കെ പറയാൻ കഴിയും, ദൈവം ഞങ്ങളെ തക്ക സമയത്ത് വിടുവിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കൃപയിൽ വേണം നിലനിൽക്കുവാൻ. കൃപയിൽ നിന്ന് വിട്ടുമാറരുത്. പലരും കൃപയിൽ നിന്ന് വീണു പോകുക. കൃപയെ പണത്തിനും സമ്പത്തിനും വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരു കൂട്ടം കൃപയ്ക്ക് അധീനരായി നിന്നുകൊണ്ട് ആ കൃപമേൽ കൃപ പ്രാപിപ്പാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. കാരണം ഒരൊറ്റ മഹാദൈവമേയുള്ളൂ. സ്തോത്രം. തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ, ഓ മഹാദൈവമായവൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുക. സ്തോത്രം. അതാണ് അഭിഷേകം. അഭിഷേകം നുഖങ്ങളെ തകർക്കും, അന്യായ ബന്ധനങ്ങളെ നീക്കും, മരണപാശങ്ങൾ മാറ്റും, പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, മതിലുകൾ ചാടിക്കടക്കും. ബൗണ്ടറി വെച്ചിട്ട് ദൈവമക്കളുടെ ചുറ്റും അപ്പുറം കടക്കരുത്. കെട്ടിയിട്ട ആട്ടുകുട്ടിയുടെ പോലെ കയറിന്റെ തുമ്പത്ത് വരെ കിടന്നിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുക. ഒരു വിടുതലുമില്ല. അപ്പുറത്ത് ബൗണ്ടറിയാ, കുറ്റിയുമ കെട്ടിയിരിക്കുക. കുറ്റി അഴിയണമെന്ന്. ആ കെട്ടഴിക്കാനാ ബൈബിൾ പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ വന്നിരിക്കുന്നു. ഇന്ന് അഴിയണ്ടേ? ഒരു വാഹനമൃഗമാക്കി കഴുതയെ ഉപയോഗിച്ചെങ്കിൽ നമ്മൾ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷ്യം വഹിക്കണ്ടേ? എന്നാൽ ഇന്ന് ഈ ദിവസങ്ങളിൽ ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. ഒരു മറിയത്തെ പോലെ, ഇതാ കർത്താവിന്റെ ദാസി. ഒരു താഴ്മയോടെ ഏൽപ്പിച്ചാൽ ആ താഴ്മയുള്ളടത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകാൻ തുടങ്ങും. ആരുടെ അകത്താണ് ഇത് താഴ്മയുള്ളത്? താഴ്മയുണ്ടോ? നിങ്ങൾ ഭാഗ്യവതിയാ. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഒഴുകും. നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിറഞ്ഞ് കവിഞ്ഞ് ഇനി നിങ്ങളിൽ നിന്നും ഒഴുകും. ഇപ്പൊ നിങ്ങളിലേക്ക് ഒഴുകും. ഇനി നിങ്ങളുടെ തക്ക സമയത്ത് ഞാൻ പറയുന്നു, ഇതിൽ ചില കൃപാവരങ്ങൾ ഉള്ളവർ എഴുന്നേൽക്കും, രോഗശാന്തി ഉള്ളവർ എഴുന്നേൽക്കും, ഭൂതങ്ങളെ പുറത്താക്കുന്നവർ എഴുന്നേൽക്കും. ഞാൻ ആത്മാവിൽ ശക്തമായി പറയാണ്, ശക്തമായി ദൈവാത്മാവ് ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമാണ് ഇതിലെങ്കിൽ ഇത് വലിയത് സംഭവിക്കാൻ പോകുക. നമ്മുടെ ബഥാന്യ പ്രശസ്തിയാവും. നമ്മുടെ ഈ ശുശ്രൂഷയുണ്ടല്ലോ, ഈ കൂട്ടായ്മയിലുണ്ടല്ലോ, അത്ഭുതങ്ങൾ വരുവാൻ തുടങ്ങും. സ്തോത്രം. സ്തോത്രം. അത്ഭുതങ്ങളുടെ പിറകെ പോകണ്ട. ക്രിസ്തുവിന്റെ പിന്നാലെ വചനത്തിൽ നിലനിൽക്കുമ്പോൾ അത്ഭുതങ്ങൾ പൊട്ടിപ്പൊളയ്ക്കാൻ തുടങ്ങും. സ്തോത്രം. യോബ് പറഞ്ഞതുപോലെ, നിങ്ങളെ ശത്രു വെട്ടിയിട്ടുണ്ടാകാം. ഇപ്പൊ കുറ്റി മണ്ണിൽ കെട്ടുപോയി, വേര് മണ്ണിൽ പഴകിപ്പോയി. നിരാശപ്പെടണ്ട. ഇന്ന് വചനം പറയുമ്പോൾ വചനം ആത്മാവായതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു തുള്ളി വെള്ളത്തിന്റെ ഗന്ധമുണ്ടായാ മതി. പരിശുദ്ധാത്മാവ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. എവിടെ നിന്നെ തകർക്കപ്പെട്ടു, എവിടെ ശത്രു നിന്നെ ഒതുക്കി, രോഗമിട്ടമാണോ, കടബാധ്യത ഇട്ടാണോ, ഭർത്താവിന്റെ മക്കളുടെ വിഷയമാണോ, ശുശ്രൂഷയിൽ മുന്നേറാൻ കഴിയാത്ത വിഷയമാണോ, എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, പൊട്ടിയിട്ട് തകർത്തിട്ടെടുത്ത് വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് യോബ് പറയുന്നു, ഇതാ പൊട്ടി കിളിർക്കുന്നു. ഒരു കിളിർപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുനിടുമ്പോൾ എവിടെയെല്ലാം നിങ്ങൾ തകർന്നുവോ അവിടെ നിങ്ങൾ ഒരു പടുവൃക്ഷമായി വളരുവാൻ പോകുക. നിന്ദിച്ചെടുത്ത് ദൈവം മാനിക്കുവാൻ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. ഗ്ലോറി.
അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് പത്രോസ് പറഞ്ഞ പോലെ ഇതാ കർത്താവിന്റെ വാക്കിന്, എന്താണ് വാക്ക്? ദൈവവചനത്തിന് നിങ്ങൾ കീഴ്പ്പെട്ട് ഈ ലോകത്തിന്റെ കരവിട്ട് ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് കയറണം. സോദരം, ഇവിടെ ഒരു വാക്ക് കൂടി ഞാൻ പറയുകയാണ്. ഇവിടെ നമ്മൾ പലപ്പോഴും പുറമെയുള്ള വിശുദ്ധി പഠിപ്പിക്കുവാൻ ശ്രമിക്കരുത്. സോദരം, ന്യായപ്രമാണത്തിൽ കിടന്ന് നമ്മൾ ആയിരിക്കരുത്. കൃപായുഗത്തിൽ നമ്മളെ സോദരം ഒരു വിലയും കൊടുക്കാത്ത അവന്റെ പ്രാണന്റെ വിലയാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഈ പ്രാണന് നമ്മൾ എന്ത് കൊടുക്കും തിരിച്ച്? കൃപായുഗത്തിൽ കൊണ്ടുവന്ന് നിർത്തിയത് സോദരം നമ്മളെല്ലാവരും നീതിമാന്മാരായിട്ടല്ല, അവന്റെ കൃപയാലാണ് നമ്മൾ നീതീകരിച്ചിരിക്കുന്നത്. സോദരം, അതുകൊണ്ട് ആ കൃപയ്ക്ക് ഒത്തവണ്ണം ഈ കൃപയിൽ നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് ആ ക്രിസ്തുവിന്റെ ആത്മാവായ ദൈവാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടുന്നുവെങ്കിൽ ഈ അഭിഷേകം നിങ്ങളുടെ ചുറ്റുള്ള പട്ടണത്തെ ഇന്ന് ഇരുട്ടിന്റെ മണ്ഡലത്തെ തകർക്കുവാൻ ദൈവം നിങ്ങൾ അവിടെ ആക്കി വെച്ചിരിക്കുക. സോദരം, അതിന് വേറെ ആൾക്കാർ വരാനില്ലെന്ന് നിങ്ങളാക്കി വെച്ചിരിക്കുക. നിങ്ങളാണ് ശുശ്രൂഷകന്മാർ. അഭിഷേകമുള്ളവരെ എന്താ വിളിക്കുക? പിന്നെ നിങ്ങൾ അഭിഷിക്തന്മാർ അഭിഷിക്തകളാണ്. കാരണം ക്രിസ്തു എന്ന് വെച്ച അർത്ഥം എന്താ? അഭിഷേകം. അഭിഷേകത്തിന്റെ ഉറവിടമായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അഭിഷിക്തന്മാരാണ്, അഭിഷിക്തരാണ്. നമ്മൾ തിരിച്ചറിയണം. അതിന് ഉഗാണ്ടയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒരു ദേവദാസം വന്ന് പ്രവചിക്കേണ്ട. വചനത്തിലുള്ള പ്രവചനം നിങ്ങൾ വിശ്വസിക്കുക. 12 വർഷക്കാലമായി രക്തസ്രാവസിയുടെ പോലെ പല വൈദ്യന്മാരുടെ അരികെ ഓടിപ്പോകണ്ട. ഏക വൈദ്യൻ സ്തോത്രം ഒരുവനുണ്ട്, അല്ലേ? ആ യേശു ക്രിസ്തുവിന്റെ അരികെ വാ. അവന്റെ വചനം നിങ്ങൾ സ്തോത്രം ഭക്ഷിക്ക്. സ്തോത്രം, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ബാധ വിട്ടുമാറി തത്സമയം രക്തസ്രാവം നിന്നതുപോലെ ചില ബാധകൾ നമ്മുടെ ജീവിതത്തിൽ വിട്ടുമാറട്ടെ. ചില വിടുതലുകൾക്ക് വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് കൂടിയിരിക്കുന്നവരോട് പറയാം, നിങ്ങളുടെ അകത്ത് ക്രിസ്തു ഉണ്ടോ? നിങ്ങളെ സ്തോത്രം കാനാവിലെ കല്യാണത്തിന് ക്ഷണിച്ച പോലെ കർത്തൃത്വം അവനാണോ? എന്ത് വിഷയമുണ്ടായാലും, ബിസിനസ് ആയാലും, വിവാഹമായാലും, എന്തെടുക്കുന്ന തീരുമാനത്തിനും യേശുവിന് കർത്തൃത്വം കൊടുക്കുന്നുവെങ്കിൽ നിന്റെ വീട്ടില് വീഞ്ഞ് തീർന്നു പോയി എന്ന് പറഞ്ഞ് പരിഹസിക്കപ്പെടുവാൻ കഴിയത്തില്ലെന്ന്. ക്രിസ്തു ഉള്ള വീട് പരിഹസിക്കപ്പെടുകയില്ല, നിന്ദിക്കപ്പെടുകയില്ല. പുറം പാത്രങ്ങളെ പുറമെ വിശുദ്ധിയോടെ പ്രസംഗിക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്ക്. പുറമെ കൈയും കാലും പുറമെയുള്ള ശുദ്ധീകരണം നോക്കാതെ ഹൃദയ ശുദ്ധിയെ കുറിച്ച് പ്രസംഗിപ്പിൻ. ആ കൽപാത്രങ്ങളിൽ പുതിയ വീഞ്ഞ് നിറയ്ക്കുവിൻ, വീര്യമുള്ള വീഞ്ഞ് നിറയ്ക്കുവിൻ, അനേകരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുപ്പിൻ. അവർ പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കപ്പെടണം. അതാണ് സുവിശേഷം. സന്തോഷം വേണോ? സുവിശേഷം അറിയണം. സുവിശേഷം ക്രിസ്തുവാണ് സുവിശേഷം, മറ്റൊന്നുമില്ല, മറ്റൊരു ദൈവമില്ല. ഞാനൊരു സ്തോത്രം, ഞാൻ ബൈബിൾ ക്ലാസ്സിൽ പോയി പഠിച്ചുകൊണ്ടല്ല ഞാൻ പറയണേ, പഠിച്ചിട്ടില്ല. ദൈവാത്മാവ് നമ്മളെ ചിലത് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുക, ചില ശുശ്രൂഷകൾ കയ്യിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കർത്താവെ ഞാൻ ചെയ്തു കൊള്ളാം. പറ നിങ്ങള്. ഞാൻ പാടിയ പാട്ട് ഞാൻ എഴുതിയ ഗാനമാ. സ്തോത്രം, കർത്താവ് മരുഭൂമിയിൽ കൊണ്ട് എന്നോട് സംസാരിച്ചു. കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചതാ. ഞാൻ അതൊന്നും പറയാനല്ല. കർത്താവ് സ്തോത്രം, ദൈവത്തോട് ഞാൻ മുറുകെ പിടിച്ചു. കുടുംബക്കാരും എല്ലാവരും പ്രതികൂലങ്ങളായപ്പോഴും ഒറ്റയ്ക്ക് ദേശത്ത് ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നു. അതുകൊണ്ട് ദൈവം ഇന്ന് മാനിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ വലിയൊരു പ്രവാചകനോ വലിയ പ്രസംഗം ഒന്നും ആയിട്ടല്ല. എങ്കിലും കർത്താവ് തന്ന താലന്ത് 2 താലന്താണെങ്കിലും ആരുടെ മുഖം നോക്കാതെ, എനിക്ക് ഒന്നേ ഉള്ളൂ, ഞാൻ ദൈവത്തിന്റെ ദാസനാ. ഞാൻ ലോകത്തിന്റെ ഒരു ദാസനുമല്ല, ഞാൻ ദൈവത്തിന്റെ ദാസനാ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ കർത്താവ് എന്നെ പഠിപ്പിക്കണമെന്ന് പറയുന്നതാ. അതുകൊണ്ട് എനിക്ക് മുമ്പിൽ വേറൊരു അടിമതിയായി നിൽക്കാൻ പാടില്ല. നമ്മൾ ക്രിസ്തുവിന്റെ ദാസന്മാർ മാത്രമേ ആകാൻ പാടുള്ളൂ. മനുഷ്യരുടെ അടിമത്വത്തിൽ നിൽക്കരുത്. സമ്പത്തുണ്ട്, പേരുണ്ട്, പ്രശസ്തി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഖത്തിന് കീഴെ നിങ്ങൾ നിൽക്കരുത്. കൃപയ്ക്ക് കീഴിൽ നിൽക്ക്. ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിങ്ങൾ താഴ്ത്ത്. വേറെ ഒരാളുടെ മുമ്പിൽ നിങ്ങൾ താഴ്ച്ചാലും വിളിച്ചില്ലെങ്കിലും ദൈവാത്മാവിനെ ചിലത് പറയാം. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയുമ്പോൾ ആ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു വീര്യമുള്ള വീഞ്ഞ് പ്രവർത്തിക്കാൻ പോകുകയാണ്. പുതിയ ശുശ്രൂഷകൾ പുറത്തു വരാൻ പോവുക. ജീവന്റെ നദികൾ, നദിയല്ല, നദികൾ, കൃപാവരങ്ങൾ, ആത്മാവിന്റെ ഫലങ്ങൾ, ദൈവശക്തി ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നേ. സ്തോത്രം.
മരണം വരെ നീ കാത്തിരിക്കാതെ ഇപ്പോൾ ഇന്ന് തീരുമാനമെടുക്ക്. എനിക്ക് എന്താണ് കർത്താവേ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ദൈവരാജ്യത്തിന് വേണ്ടി നിന്റെ ഇഷ്ടം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തോട് പറയാം. പരിശുദ്ധാത്മാവിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങാം. ഞാൻ സ്തോത്രം 5 മിനിറ്റിനുള്ളിൽ നിന്ന് നിർത്തും. ഞാൻ ആത്മാവിൽ പറയാ, നമ്മുടെ അകത്തുള്ള മനുഷ്യനെ ബലപ്പെടുത്തണം. പുറമെയുള്ള മനുഷ്യനെ നോക്കി ആ സൗന്ദര്യവും വൃത്തിയും പണവും സമ്പത്ത് കാറുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസിക്ക് പേരുള്ളൂ എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ടെങ്കിലും അതിന്റെ മധ്യത്തിൽ അപ്പോസ്തലന്മാരെ പോലെ ആ കൃപയിൽ ആശ്രയിച്ച് ദൈവവചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങളിലൂടെ സത്യങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. നീ സ്തോത്രം പണം വേണ്ട, സമ്പത്ത് വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, ഭംഗി വേണ്ട, ഒന്നും വേണ്ട. നീ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി. ഇനി പഴയ ചരിത്രം പറയാൻ സമയമില്ല. ക്രിസ്തുവിൽ പുതിയ സാക്ഷ്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങും. മാത്യപ്പച്ച കർത്താവ് ദേവാസിനെ ഇനിയും സമയമുണ്ട്. ഇനിയും ചില ശുശ്രൂഷ മേഖലകൾ തുറക്കാനുണ്ട്, ചുരുങ്ങിയിട്ടില്ല. ആരെ പറഞ്ഞ തീർന്നെന്ന്? സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ വൃദ്ധന്മാരില്ല. യവനൊക്കെ എല്ലാവരും ഒരുപോലെയാ. കർത്താവിൽ നിലനിൽക്കുമ്പോൾ ചില ശുശ്രൂഷകൾ പുറത്തു വരും. നമ്മൾ തീർന്നെന്ന് പറഞ്ഞെടുത്തുനിന്ന് ഇന്ന് ചിലത് ആരംഭിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയാം. ശക്തമായി വിട്ടുകൊടുത്തോ? കർത്താവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. തീർന്നു എന്ന് പറഞ്ഞെടുത്തുനിന്ന് ചിലതിനെ ആരംഭിക്കുവാനാണ് ദൈവം വന്നത്. പാഴുശൂന്യം എന്ന് പറഞ്ഞെടുത്തുനിന്ന് ദൈവത്തിന്റെ ആത്മാവിനെ ചില പരിവർത്തിച്ച് ചിലതിന് പുറത്ത് ചില ശുശ്രൂഷകള് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. എന്തിലേക്ക് ദേവദാസിയെ ഞാൻ പറയാ, കർത്താവ് എന്തെല്ലാം നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യുന്നു, അധ്വാനിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് പഴയ നിയമത്തിൽ ഇരട്ടിയുള്ള പങ്ക്. ഇന്ദിലാക സിസ്റ്റർ ഞാൻ പറയാ, എന്താ പുതിയ നിയമത്തില് 100 ഇരട്ടിയും പ്ലസ് നിത്യ ജീവനെയും പ്രാപിക്കും. നിങ്ങൾ ദൈവരാജ്യത്തെ പ്രതി, സുവിശേഷത്തെ പ്രതി, എന്റെ നാമത്തെ പ്രതി എന്തെങ്കിലും കഷ്ടം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിഫലം കർത്താവിൽ നിന്നാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ ശുശ്രൂഷണ മേഖലയിൽ ചില ജീവൻ വ്യാപരിക്കും. നാറ്റം വെച്ച കല്ലറകള് ചില തുറക്കാൻ സമയമായി. ചില ജീവന്റെ സാക്ഷ്യം പുറത്തു വരുമെന്ന് ഞാൻ നിങ്ങളോട് സ്തോത്രം പറയാം. ഹല്ലേലൂയ. എന്നറിയുന്ന ഒരു സുനി സിസ്റ്റർ ഉണ്ട്. എല്ലാവരോടും കർത്താവ് പറയാ, ദൈവത്തിന് ചിലത് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ചില അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. കാരണം അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. ഇന്ന് ഇതിൽ സമാധാനം വേണോ? സ്തോത്രം. അത്ഭുതം വേണോ? വീരനാം ദൈവത്തിന്റെ പ്രവൃത്തി കാണണോ? സ്തോത്രം. ഈ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. ബൈബിൾ പറയുന്നു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയാകും. ഇന്ന് മഹത്വത്തിന്റെ രാജാവ് നിങ്ങളുടെ മൺകൂടാരങ്ങളിലേക്ക് ഇങ്ങനെ പകർന്നിറങ്ങുന്ന ഞാൻ ആത്മാവിൽ കാണുന്നു. എന്തിനാണെന്നറിയാമോ? ഈ മന്ദിരത്തിൽ ദൈവത്തിന് ചില കാര്യങ്ങൾ ഇരുന്ന് പ്രവർത്തിക്കാനുണ്ട്. സ്തോത്രം. വെറുതെ സ്തോത്രം ഇരുന്ന് പോകുന്നവരായിട്ടല്ല, ചില ശുശ്രൂഷകളെ പുറത്തു കൊണ്ടുവരുവാൻ, ചില അത്ഭുതങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് നിങ്ങളെ വിളിച്ചു വേർതിരിക്കുന്ന, അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഓ രാജീയ പുരോഹിത വർഗമായ വിശുദ്ധ വംശമേ, സ്വന്തം ജാതിയെ, നിങ്ങൾ എഴുന്നേൽക്കുക. പ്രകാശിപ്പിക്കുവാൻ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളൊന്ന് എഴുന്നേൽക്കാമോ? ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കുക. രാജാക്കന്മാർ ഇവിടെ വരും, പ്രഭുക്കന്മാർ വരും, പരാജയപ്പെട്ടവർ വരും, സ്തോത്രം, രാഷ്ട്രീയക്കാർ വരും, പ്രാർത്ഥന ആവശ്യപ്പെട്ടു വരും. നമ്മുടെ പ്രാർത്ഥന വിലയേറിയതാ. കാരണം നമ്മൾ വിളിക്കുന്ന സകല നാമത്തെക്കാളും മേലായ യേശുവിന്റെ നാമത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഇന്നു ആ ആദ്യത്തെ വാക്ക് പറയുന്നു, കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്തെല്ലാം സ്വാതന്ത്ര്യം ഇപ്പോൾ വന്നിരിക്കുന്നു. നാളെ വരുമെന്നല്ല, ക്രിസ്തു വരുമ്പോൾ വരുമെന്നല്ല, ഇപ്പോൾ ഓൾറെഡി വന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവര് ഇന്ന് ആത്മാവിലൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയോട്ടെ. ശക്തിയോടെ അവിടെ ഇരിക്കുന്നിടത്ത് ആരാധിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിൽ മേൽ നിറയുമ്പോൾ നിങ്ങൾ കഴുകരെ പോലെ ചിറകടിച്ചു ഉയരാൻ തുടങ്ങും. ഇന്ന് ആ ശക്തി വരുമ്പോൾ നിങ്ങൾക്ക് ഭൂമി നിങ്ങളെ കീഴോട്ട് വലിക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിലുള്ള പാപം നിങ്ങളെ വലിച്ച് താഴോട്ട് ഇറക്കാൻ പറ്റില്ല. പരകരം പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ നിങ്ങൾ മേലോട്ട്, നിങ്ങൾ കൃപയിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക്, സ്തോത്രം, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നിങ്ങൾക്കൊരു പുതിയ ചിറക് വെക്കാൻ പോകുക. അഭിഷേകത്തിന്റെ കൊച്ചു ചിറകുമായി നിങ്ങൾ പറക്കട്ടെ. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ സാക്ഷികളാകട്ടെ. ഞാൻ നിങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹത്തിനും വിടുതലിന് കാരണമായി തീരട്ടെന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇത്ര സമയം തന്ന ദേവദാസിയുള്ള എന്റെ
നന്ദിയും പ്രത്യേകിച്ച് ദൈവമക്കള് എല്ലാവരും കർത്താവ് സമൃദ്ധമായിരിക്കും കിട്ടുന്ന ഒരു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്